மாமா அப்படியே கழுவி கொடுத்துரு. இதுதாண்டி பொண்டாட்டிகளுக்கு வேலை செஞ்சு தர கூடாதுன்னு இதுக்குதான் பொண்டாட்டி எதிர்த்து பேசக்கூடாதுங்கிறது. நல்லா நல்லா சுதந்திரத்துக்கு அப்புறம் பண்டிட் நேரு அரசாங்கம் குற்றப்பரம்பரை சட்டத்தை ரத்து பண்ணி பாதிக்கப்பட்டவங்களுக்கு நிறைய உதவிகள் செஞ்சிருக்கு. பெரும்பாலான மக்கள் சந்தோஷமா அமைதியா உழைச்சு வாழ்ந்தாங்க. சில பேர் பூர்த்திஸ் കേരവാസ് പേടിപ്പിക്കുന്ന ബീജം വിട്ട് വന്നിട്ടുണ്ട്. സ്നേക്ക് മറ്റേതാണോ? മറ്റേ പ്രിന്റ് വെച്ചിട്ട് ആളെ കിട്ടി. എൻജിയുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് റിയാക്ഷൻ ചെയ്യാവുന്ന നമ്മളുടെ കാർത്തിയുടെ തീരനധികാരൻ എன்ற മൂവിയിലെ ആ ഒരു നെക്സ്റ്റ് സീനാണ്. എന്താ വരാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ എന്താ പറയുക, ഓരോ സീനും ഭയങ്കര എൻഗേജിങ് ആണ്. പ്രത്യേകിച്ച് ലാസ്റ്റത്തെ സീൻ എന്ന് പറയുന്നത് നമ്മളെ കുറച്ചൊരു ഹൊറർ മൂഡിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ അത് ഹൊററും സൈക്കോ രണ്ടും കൂടി മിക്സ് ആണ്. അങ്ങനെയാണ്. കാരണം വെച്ചാൽ സൈക്കോളജിക്കൽ ആയിട്ടും പറയാം. കാരണം നമ്മള് ആ ഒരു മൈൻഡിൽ വരുന്ന കുറെ കാര്യങ്ങളെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് പിന്നീട് നമുക്ക് രാത്രി ഉറക്കമില്ലാത്ത സമയത്ത് കിട്ടുന്ന സാധനങ്ങളില്ല, അത് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ കാണിച്ചെന്നുള്ളൂ. അവിടെ എച്ച് വിനോദും അതുപോലെ ഗിബ്രനും രണ്ടുപേരും ഗംഭീര എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു സീൻ കാണിക്കാൻ വേണ്ടി. ശരിക്കും മൈൻഡിനെ വയറിളക്കി എന്ന് പറയുന്ന പോലെ ഏകദേശം ആ ഒരു സീൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് നമ്മളുടെ ആ ഒരു മൊമെന്റിലോട്ട് ഇങ്ങനെ ഇരിക്കണം, പെട്ടെന്നാണ് ആ ഒരു സീൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത സീനിലോട്ട് പോകാം. അത്രയ്ക്കല്ല, ഏകദേശം മറ്റേ കേസ് ഏകദേശം കണ്ടുപിടിച്ചല്ലോ അവര്, മറ്റേ ലോറി ഗ്യാങ് ആണെന്നുള്ളതൊക്കെ. പക്ഷെ പോലീസിന്റെ സപ്പോർട്ട് കുറവാണ് ടീമിലുള്ള, അല്ലെ? ഏകദേശം കണ്ണൂർ സ്ക്വാഡ് നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു മോഡൊക്കെ വരുന്നുണ്ട് ശരിക്കും. തുടങ്ങിയാലോ? ഇതിൽ നിന്നാണ് കണ്ണൂർ സ്ക്വാഡ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹൈവേ ഡെപ്യൂട്ടി തിരുവല്ലൂർ ഡിസ്ട്രിക്ട്. நம்ம கேட்ட ஸ்பெஷல் டீமுக்கெல்லாம் ஒத்துக்கல சத்யா. சரி நடக்குது பாப்போம். ஓகே பாத்துட்டேன்டி கேடி எந்திரி. முக்கியமான விஷயம் சொல்லலாம்னு 8 வாட்டி ஃபோன் பண்ணேன். சார் பிஸியா இருக்கு, மீட்டிங்ல. 500 ரூபாய்க்கு 2 வாங்கிட்டு வந்திருக்கேன். இனிமே எப்ப வேணா என் கூட நீ ஃப்ரீயா பேசலாம். இந்த பச்சை பட்டன் இருக்குல்ல, தெரியும். ആ സമയത്ത് ரியா 500 കിട്ടുമായിരുന്നോ? പൈസ കുറവായിരിക്കും. கேஸ்மா பப்ளிக் பாவம்ல. அப்ப நான் നോർമൽ உங்க பாப்போம்ல சொல்லுல. சீரியஸ். ஓகே சீரியஸ் சொல்லு. സീരിയസ് കുട്ടി கல்ல காட்டுறேன். കല്ല കട്ടുറൻ. ഓ മൊമെന്റ്. ആ സമയത്ത് കിട്ടും. എത്ര വർഷം മുന്നേ ആണെങ്കിൽ 95. പുതിയ കഥയിലല്ലോ. உன் ஃப்ரெண்ட் கல்யாணத்துக்கு என்ன கிஃப்ட் வாங்கணும்? இஷ்டமா? என்ன என் இஷ்டம்னா அப்புறம் நீ எதுக்கு? நீ இஷ்டப்படுறதெல்லாம் செய்யறது. ഓ ഒന്നും ചെയ്യാൻ പറ്റതല്ലേ ആള്. ഡയലോഗ് மாமா அப்படியே கழுவி கொடுத்துரு. இதுதாண்டி பொண்டாட்டிகளுக்கு வேலை செஞ்சு தர கூடாதுன்னு இதுக்குதான் பொண்டாட்டி எதிர்த்து பேசக்கூடாதுங்கிறது. நல்லா நல்லா പെരിയപ്പാലം 2005 മനസ്സിലായോ? ആ സമയത്തൊക്കെ അല്ലേ വന്നത് ഫോണൊക്കെ. ഇവരെ തോന്നുന്നല്ലോ സ്കെച്ച്. ഓ അങ്ങനെ, അതായത് ഇവരായിരിക്കില്ല ചിലപ്പം, ഇവരായിരിക്കും ഇതൊക്കെ നോക്കി വെക്കുന്ന ആൾക്കാർ. വലിയ ഗ്യാങ് ആയിരിക്കും ചിലപ്പം, അവരിലൊരു ചെറിയ ടീംസ് ആയിരിക്കും ഇതൊക്കെ നോക്കുന്ന ടീംസ്.
ഡൗട്ട് ഉണ്ട്. ഇങ്ങോട്ട് വരുമോ? போலாமே, நீ ஒழுங்கா சாப்பிட்டா போலாம், சரியா? നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഉണ്ട് പട്ടി. പോലീസ് നായല്ലേ? ആ പട്ടി ഭയങ്കരമായിട്ട് നോക്കിയ വീട് കൊള്ളൂല. പോലീസ് നായ ഭയങ്കര പെട്ടെന്ന് വീട് ഭയങ്കര വിജയമാണ്. ശ്രദ്ധിച്ചായിരുന്നു, അടുത്തൊന്നും വീടില്ല. അങ്ങനത്തെ വീടല്ല, ഈസി. കണ്ടായിരുന്നോ കാണിക്കുന്നത്? ഇല്ല ഇല്ല. ഷോട്ട് ഭയങ്കര ഷോട്ട് കേട്ടോ. ആ പോകുന്നുണ്ടായിരുന്നില്ലേ മറ്റേത് കാണിച്ചതും. അതന്നെ കേട്ടോ, അതന്നെ ആ സാധനം എടുക്കുന്ന ലോറിയിൽ നിന്ന്. അതാവുമ്പോ പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല. മറ്റവരാണ് ഇപ്പൊ സ്കെച്ച് ചെയ്യുന്നത്, ഇവരല്ല. ഇവര് ഈ സമയത്തേ വരുള്ളൂ. ஆளுங்கட்சி சட்டமன்ற உறுப்பினர் சுகவனம் நேற்று நள்ளிரவு முகமூடி கொள்ளை கும்பலால் சுட்டுக் கொல்லப்பட்டார். ஏற்கனவே 3 முறை நடைபெற்ற இதே போன்ற கொள்ளை சம்பவங்களில் பலர் கொல்லப்பட்டிருக்கும் நிலையில் தற்போது சட்டமன்ற உறுப்பினரே கொல்லப்பட்டிருப்பது பொதுமக்களிடையே அச்சத்தையும் பீதியையும் ஏற்படுத்தியுள்ளது. ஓ அவரு களியாക്കാൻ തുടങ്ങി. நேரமே சரியில்லையா? சுனாமில ஆயிரக்கணக்கான ஜனங்க செத்து இந்த 1 மாசம் கூட ஆகல. அதுக்குள்ள எம்எல்ஏ மர்டர் நிறைய பண்ணிக்கிட்டு இருக்கீங்க. ஃபைல்ல இருக்கு சார். இதையெல்லாம் பார்த்து புரிஞ்சுக்கிற அளவுக்கு படிச்சிருந்தா நான் ஏன் அரசியல்வாதியா கஷ்டப்பட போறேன்? உங்களை மாதிரி உட்காந்துட்டு ஜாலியா சம்பளம் வாங்கி போக மாட்டேன். பொலிட்டிக்கலை விட போலீஸ் ரொம்ப மோசம். கொள்ளக்காரன் நம்ம வீட்டுக்கே திருப்பி அனுப்பிச்சிட போறானுங்க. உஷா. இது வரைக்கும் செத்தது சாதாரண ஜனங்க, பிரச்சனை இல்லை. இது ஆளுங்கட்சி எம்எல்ஏ இடைத்தேர்தல் வேற வரும், டபுள் செலவு வேற. யார் சார் அப்படிங்க? சாலைகளில் பயணிச்ச பலாயிரம் வியாபாரிகள் பொதுமக்கள் மர்மமான முறையில காணாம போயிட்டு இருந்தாங்க. 1830 கவர்னர் வில்லியம் ஹென்ரிக்கோட உத்தரவுல வில்லியம் ஹென்ரி சிலுவன் ஒரு படையை உருவாக்கி விசாரிக்க தர்கீஸ் என்ற கொலை கும்பல் வணிகர்கள் சிப்பாய்கள் போல வேஷம் போட்டு பயணிகளை கொடூரமா கொண்டு கொள்ளையடிச்சிட்டு விசாரணையில இவங்க கொண்டு புதைச்ச ஆயிரக்கணக்கான பிணங்கள் தோண்டி எடுக்கப்பட்டுச்சு. 450 வருஷமா சில மன்னர்கள் உதவியோட 20 லட்சத்துக்கும் மேல மக்களை கொண்டு இருக்கலாம்னு தெரிய வர அதிர்ச்சி அடைஞ்ச பிரிட்டிஷ் அரசாங்கம் தன்னோட படைகளை அனுப்பி அதிரடி நடவடிக்கை எடுத்து தக்கீக்களை 100கணக்கில் தூக்குல போட்டு ஆயிரக்கணக்கான பேரை ஜெயில அடைச்சு கடுமையான தண்டனைகள் கொடுத்து அவங்க பதுங்கி இருந்த காடுகளை கொளுத்தி தக்கி கும்பல அழிச்சாங்க. இந்த சம்பவங்களை உதாரணம் காட்டி பிரிட்டிஷ் அரசாங்கம் இந்தியர்கள் காட்டு மிராண்டிகள், அவங்களுக்கு ஆள தெரியாது, அவங்களை ஆடுறதுக்கு நாங்க தான் சரியான ஆட்கள்னு சொல்லி இந்தியா முழுக்க குற்றம் செய்யறவங்க 235 ஜாதிகளை குற்ற பரம்பரையா அறிவிச்சாங்க. இதுல ஆயிரக்கணக்கான அப்பாவிகளும் பிரிட்டிஷ் போலீஸால கடுமையா பாதிக்கப்பட்டாங்க. சுதந்திரத்துக்கு அப்புறம் பண்டிட் நேரு அரசாங்கம் குற்றப்பரம்பரை சட்டத்தை ரத்து பண்ணி பாதிக்கப்பட்டவங்களுக்கு நிறைய உதவிகள் செஞ்சிருக்கு. பெரும்பாலான மக்கள் சந்தோஷமா அமைதியா உழைச்சு வாழ்ந்தாங்க. சில பேர் பூர்த்திஸ், கேரவாஸ், சான்சிஸ், ஜஞ்சர்பாஸ், பெங்களூஸ், ஹவேரியாஸ், இதுல சில பேர் மட்டும் இது கிரைம்னே உணராம கிரைம் பண்ணிக்கிட்டு இருக்காங்க. பூர்த்திஸ் மகாராஷ்டிராவில இருந்து மைக்ரேட் ஆகி இந்தியாவில் பல பகுதிகளில் இருக்காங்க. கேரவாஸ் திருவண்ணாமலையில இருந்து மைக்ரேட் ஆகி மகாராஷ்டிராவில் சந்திரபூர், இங்க ஊரப்பாக்கம், பூர்வாஞ்சேரியில இருக்காங்க. டங்கலோஸ் பங்களாதேஷ்ல இருந்து உள்ள வந்து அவுட்டர் டெல்லியில கிரைம் பண்றாங்க. ஹவேரியாஸ் யூபி யூனிட்டால கிரைம் பண்றாங்க. இவங்கள யாராவது தான் இங்கேயும் பண்ணிருக்காங்க. இவங்களுக்கு வேட்டை தொழிலா இருக்கிறதால வேட்டையில மிருகங்களை கொள்ள பயன்படுத்துற அதே டெக்னிக்க மனுஷங்களை கொள்ளவும் பயன்படுத்துறாங்க. ഇതില്ല, അറപ്പില്ല, വേട്ടയാടുന്ന ടീംസാണ്. எதையாவது பண்ணி அவங்களை பிடிங்க சார். இந்தியா ஃபுல்லா ஸ்டேஷன், கோர்ட், ஜெயில் எல்லா இடத்துலயும் இந்த கேங்கோட கைரேகையை தேடணும்.
உடனே பண்ணுங்க சார். ஐஜிபி நார்த் ஜோன் விஜய் ரத்தோர் தலைமையில் தனிப்பட அமைக்கப்பட்டிருக்கு. அப்புறம் ஏன் சார் இத்தனை வருஷமா அமைக்கல? கொள்ளையர்கள் பிடிபட்டுருவாங்க, அவ்வளவுதான். ഇപ്പോഴാണ് ചൂട് കയറിയത്. സുനാമി വന്നിട്ട് എത്ര നാളായിരുന്നു? അയ്യോ അത് ഭയങ്കര വിഷ്വൽ. അത് കാണിക്കുന്നത് ഓരോ സ്ഥലത്തോട്ട് പോണത്. കൈരേഖ തടണമെന്നല്ലേ പറഞ്ഞേ? പൊളിയല്ലേ? മറ്റേലോട്ട് കൊണ്ടുപോണത്. കർണാടക, ഫിംഗർ പ്രിന്റ് ആണ്. മഹാരാഷ്ട്ര. പ്രോപ്പർ അല്ല ഡോക്യുമെന്റ്. ചില സ്ഥലത്തെ ഡോക്യുമെന്റ്സ് പ്രോപ്പർ അല്ല. മധ്യപ്രദേശും கிடைக்கல சார். ஃபுல்லா தேடிட்டோம், மேட்ச் கிடைக்கல. வர ஃபிங்கர் பிரிண்ட்ஸ் கிடைக்குமா டவுட் வருது சார். ஜெயின் சார் आइए. வெஸ்ட் பெங்கால்ல கிடைக்கல சார். கிடைக்கல சார். ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. ഇത്രയും പുറത്തോട്ട് പോയതൊക്കെ ഹരിയാന അല്ല, എല്ലാം കഴിഞ്ഞില്ലല്ലോ. അതായത് തമിഴ്നാട്ടിൽ തന്നെ. യുപി. இவ்வளவு தூரம் சொல்லிருக்கலாம் இல்லையா? 4 நாளைக்கு துணி எடுத்து சொல்லிட்டு டெம்போல தூக்கி போட்டு வந்துட்டீங்க. குளிர் உசுறு எடுக்குதுங்க. கொஞ்சம் அட்ஜஸ்ட் பண்ணுங்கண்ணா, பாருங்க வந்துடுறேன். போயிட்டாங்களா? இதோட சாயங்காலம் தான் தம்பி வருவாங்க. உட்காரு தம்பி, போட்டோ தம்பி உட்காருங்க. பொங்கல் பண்டிகை கூட கொண்டாட விடாம குத்துறாங்க பாத்தீங்களா? என்ன சார் பாம்பு பாம்புன்றீங்க? போட்டோ தம்பி, ஒவ்வொரு ரேகையும் கிளிமுக்கு தேடு மாதிரி படமா மனசு ஏற்றி வச்சிருக்கு. இப்போ நாம தேடிட்டு இருக்கிறது பாம்பு, கருணாக பாம்பு. கருணாக பாம்பு. இப்போ ஊட்டியில மீரட் ஆக்குறாங்க. 2 டேஜ் தான் பாக்கி இருக்கு. நாளைக்கு அங்கே போறோம். அங்கே கிடைக்கலன்னா என்ன பண்றதுன்னு தெரியல சார். ഇതൊന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആഗ്ര. முடியாது உள்ள விட முடியாது. மணி 5:30 வெயில் கேட்டிங்ல ரிலீஸ் பண்ணிட்டு இருக்கோம். 6 மணிக்கு கொடி இறக்கிட்டு கேட்டு மூடிடுவோம். நாளைக்கு வா, நாளைக்கு வா, சொன்னா புரிஞ்சுக்கோ. நாளைக்கு வா. ஜெயின் சார், என்ன பிரச்சனை? ஃபிங்கர் பிரிண்ட் தேடி வந்திருக்காங்க சார். ஃபிங்கர் பிரிண்ட் பார்த்து என்ன பண்ண போறீங்க? ஆச்சரியமா இருக்குதே, ஃபிங்கர் பிரிண்ட் எடுத்துட்டு இவ்வளவு தூரம் அலையறீங்களே. மணி 5:45. ഫിംഗർ പ്രിന്റ് எக்ஸிட் கேட் லெஜர் கொடுத்தா போதும் சார். ப்ளீஸ் சார், ப்ளீஸ் ப்ளீஸ் சார், ப்ளீஸ் சார், ப்ளீஸ் ப்ளீஸ் சார். தேங்க்ஸ் சார். ആയിയെ സാർ, ആയിയെ സാർ. ഇവിടെ എനിക്ക് തോന്നുന്നു കിട്ടും തോന്നുന്നു. കാരണം ആ ഒരു സീൻ അങ്ങനല്ലേ കാണിച്ച കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടാവണം. ആണാണ് ഫോക്കസ് ആയത്, ബാക്കിയെല്ലാം മേലെയും കാണിച്ചില്ല. ഇവിടല്ലേ സ്നേക്ക്? ആ സ്നേക്കിനെ കാണിച്ചില്ലേ ഫസ്റ്റ് ഷോട്ടില്? ஹலோ சத்யா, மேட்ச் கிடைச்சிச்சு சார். சூப்பர் சார். 8 பாயிண்ட் மேட்ச் பக்கா. எஸ் எஸ் எஸ். பேர் பனி சிங். லக்கிலி ஒரு சின்ன பெட்டி கேஸ்ல கரெக்ட் ஆயிருக்கான். ராஜஸ்தான் ஹவேரியா கேஸ். ஹவேரியா. ஃபிங்கர் பிரிண்ட் ஸ்பெஷலிஸ்டா உடனே ஐசோலேட் பண்ணுங்க. அவர் யார்ட்டையும் பேசக்கூடாது. சிஎம் ஆஃபீஸ்க்கு நியூஸ் போய் ரீகன்ஃபார்ம் ஆகிற வரைக்கும் எந்த பிரஸ்க்கு நியூஸ் லீக் ஆகிடக்கூடாது. நீங்க உடனே ராஜஸ்தான் கிளம்புங்க. சின்ன விஷயம். வீட்டுக்கு போய் சாப்பிட்டு நிம்மதியா இருந்து ரொம்ப நாளாச்சு சார். குழந்தைய பார்க்கணும் போல இருக்கு சார். நாம நிம்மதியும் சந்தோஷத்தையும் தொலைச்சதான் சத்யா. மக்கள் நிம்மதியா தூங்க முடியும். சாரி சார். ஜோய் சத்யா, குட் ஜாப். தேங்க்ஸ் சார்.
நான் ராஜஸ்தான் வந்தோடனே நீங்க லீவ் ஆயிக்கோ. அது வரைக்கும் லேடி கான்ஸ்டபிள் வீட்டு செக்யூரிட்டி அனுப்பும். ஓகே? தேங்க்ஸ் சார். ആ വീട്ടില് மாமா என்னாச்சு? எதுக்கு இவ்வளவு சந்தோஷம்? எதுக்கு சொல்லுங்க? சார், கங்க்ராட்ஸ் தீரன். Thank you sir. What next? ராஜஸ்தான் நம்ம டீமை சப்போர்ட் பண்ண அப்சல்யூட் ஃபேக்ஸ் பண்ணுங்க சார். അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും മാച്ച് ആയില്ലേ? He will help you. എന്താണ്? ஆக்சுவலி தி கேஸ் வாஸ் இஸ் தமிழா நீ எப்படி சார் கண்டுபிடிச்சீங்க? நீ பேசுற இங்கிலீஷ்ல தெரியுது. இங்கே இரு, நான் விசாரிச்சுட்டு வரேன். തമിഴാ നീ? ஐயா உங்களை தனியா வைக்க சொல்லிட்டாங்க. யார்கிட்டயும் பேசக்கூடாதான். சரிங்க மேல சார். உத்தரவு. பாப்ஸ், எஸ் மாம். நைட் வீட்டுக்கு வர மாட்டேன். ராஜஸ்தான் போறேன். பொருட்கிட்ட பேக் கொடுத்துருங்க. நீ பாட்டுக்கு ராஜஸ்தானுக்கு போயிட்டா நான் யாரு மாமா கண்டுபிடிச்சு தூங்குறது? അയ്യോ. போன வை. ശരിക്കും അങ്ങനെയുള്ള സമയത്ത് വീട്ടിൽ കൂടല്ലേ? உங்ககிட்ட ஒரு முக்கியமான விஷயம் சொல்ல மறந்துட்டேன். என்ன? ஐ லவ் யூ. இந்த கொஞ்சல்ஸ் கொண்டு குறைச்சல் இல்ல. டாடா. சார் ரெக்கார்ட் ரூம்ல എന്തോ ഒരു വാഴത അല്ലേ? பையா 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 മറ്റേതാണോ? മറ്റേ പ്രിന്റ് വെച്ചിട്ട് ആളെ കിട്ടി. ഓ, ആളെ കാണുമ്പോ തന്നെ ഒരു ഭയങ്കര नमस्ते सर. नमस्कार सरपंच जी. पब्लिका சொல்லுங்க சத்யா. சார் சார் மணி சிங் 5 நாளைக்கு முன்னாடி மாப்பாக்கம் கிளாஸ்க்கு முன்னாடி லோட் எடுத்து கிளம்பியிருக்கான். இப்போ சென்னையிலே இருக்க வாய்ப்பு இருக்கு சார். ചെന്നൈയില്. சூப்பர். அவன் இங்கேயே தூக்குறேன். ஹரி, மாமா கிளாஸ் பண்ணி அனோடிங் செக்ஷன் நம்பர் முடிங்க. ஓகே சார். லோக்கல் போலீஸ் உடனே போக சொல்லுங்க சார். ஹலோ, கண்ட்ரோல் ரூம். from பொன்னேரி டிஎஸ்பி ஆபீஸ். எம்எல்ஏ கேஸ் அக்யூஸ்ட் மாபாக்கம் கண்ணாடி கம்பெனில இருக்கா. இமிடியேட்டா லோக்கல் போலீஸ் அங்க போக சொல்லுங்க. ഇവിടെ തന്നെ പിടിക്കാനുള്ള പരിപാടിയാണ്. അന്ന് ഫോക്കസ് ചെയ്ത് നമ്പർ கிடைச்சிருச்சு சார். എന്താ വിഷ്വലൊക്കെ? വിഷ്വലും ബീജിയും ഒരേ സമയം. போலீஸ் விடுங்க. சார் இதாங்க. ത്രില്ലില് ഭയങ്കര. எஸ் துரை பேசுறேன்யா. துரை, நான் ஃபேக்ஸ் அனுப்புறேன். அவனை உடனே எல்லாரும் ராஜஸ்தான்ல ரிலீஸ் ஆயிடுங்க. முடிஞ்ச கூட எல்லாரும் சேர்ந்து அரெஸ்ட் பண்ணுங்க. கவனம். வெரி டேஞ்சரஸ். എല്ലാവർക്കും വിട്ട്. ആള് கவட்டி 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 கவட்டி. നല്ല അടുത്ത സീൻ എടുക്കാം. എന്തായിരുന്നു വന്നത്? ഈച്ചയാ മൂത്ത്. എന്താ നല്ല ത്രില്ലർ കണ്ടിരിക്കാൻ കണ്ണീച്ചിരിക്കും. അപ്പൊ എന്തായാലും സംഭവം മറ്റേതായിരുന്നു. അതായത് സീനില്ലേ ഇങ്ങനെ 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 പോയിട്ട് പ്രത്യേകിച്ച് ഒരു ബീജിയം പാട്ടോ അല്ലേ? ഭയങ്കര ത്രില്ല് പോണട്ടോ. ഇതെന്താ പറയാ, ശരിക്കും ത്രില്ല് പടം എന്നൊക്കെ പറയില്ലേ, അത് അക്ഷരം വിടാണ്ട് ഓരോ സീൻ. അതായത് വലിയ സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും പറയാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നുണ്ടെങ്കിലും, അതായത് ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും കൂടി അങ്ങോട്ട് നന്നായിട്ട് നമ്മള് കേട്ടിരിക്കുന്നത്. ചതുരംഗ വേട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടം എച്ച് വിനോദിന്റെ. രണ്ടാമത്തെ പടമാണ് തീരുന്ന അധികാരമുണ്ട്. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ മറ്റേ പടം കണ്ടിട്ടില്ല, പക്ഷെ ഈ പടത്തിൽ വല്ലാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു നിമിഷം പോലും മാറാണ്ട് പോകുന്നുണ്ട് സിനിമ. ഇങ്ങനെ കണ്ടിന്യൂസ് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സാധനം തന്നെ പോകുമ്പോൾ അതിന്റെ കൂടെ മാത്രം ചെറുതായിട്ട് തീരേണ്ട ഒരു ലവ് സ്റ്റോറിയും റൊമാൻറ്റിക്കും ഫാമിലിയൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര ഒരു നെക്സ്റ്റ് മൊമെന്റ് സംഭവം വല്ലാണ്ട് വരുന്നുണ്ട്. ത്രില്ല് പോണെന്ന് പറയുന്നത് അങ്ങമാതിരിയാണ് ആ സംഭവം കാണിച്ചിരിക്കുന്നത്. പക്ഷെ എന്തോ ഒരു സംഭവം, അതായത് ലേഡി കോൺസ്റ്റബിളിനെ നിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഏകദേശം തിരിച്ചു പോകുന്ന പോലെ കാണിക്കുന്നുണ്ട്. മറ്റേ പോലീസിന്റെ ആണ് അത്. അതായത് നമ്മളെ ആ ഒരു കൂടെ ഒരു അസിസ്റ്റന്റ് ഇല്ലേ, അദ്ദേഹം പോയിട്ടല്ലേ മറ്റേ സ്ഥലത്ത്. ശരിക്കും രാജസ്ഥാനിൽ പോണെന്നല്ലേ പറയുന്നത്. പക്ഷെ ഇപ്പൊ ആള് ചെന്നൈയിലേക്ക് വന്നേക്കുന്നോണ്ട് ചിലപ്പോ ആ ട്രിപ്പല്ല, ആ ഒരു സംഭവം ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പൊ അതുകൊണ്ട് തിരിച്ചു പോകുന്നാണോ? ചിലപ്പായിരിക്കും. പക്ഷെ എനിക്ക് തോന്നിയിരിക്കണം എന്താ വെച്ചാല്, ഇനിയിപ്പം കാർത്തിയുടെ വീട്ടിലും സംഭവിക്കാം എന്തെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോ അടുത്ത സീനിൽ മറ്റേ ആ പോലീസ്, കാരണം അവിടെ ഒരു കുട്ടിയുണ്ട്, ചിലപ്പോ ഒരു ഇമോഷൻ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ ചിലപ്പോൾ അടുത്ത സീനിൽ എന്തെങ്കിലും കാണിക്കുന്ന പോലെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാള് നടന്നിട്ടാണെന്നുണ്ടെങ്കിൽ അധികാരികൾക്ക് വലിയ സംഭവം ഉണ്ടായിരുന്നില്ല, കുറച്ചൊന്നും കൂളായിരുന്നു. പക്ഷെ ഒരു പൊളിറ്റീഷ്യന് സംഭവിച്ചപ്പോ എന്ന് വെച്ചാൽ കുറച്ചൊന്ന് ചൂട്. കഴിഞ്ഞ സീനിൽ ആ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, മറ്റേ ആള് പറയുന്നുണ്ട്, പോലീസുകാരനില്ല അസിസ്റ്റന്റ്, വീട്ടിൽ പോയിട്ട് കുറച്ചായി ഒന്ന് സമാധാനത്തിൽ കിടന്നുറങ്ങിയിട്ട്. അപ്പൊ ഇവൻ പറഞ്ഞില്ല നമുക്ക് അങ്ങനെ ഒരു നിമ്മതി എന്ന് പറഞ്ഞ സംഭവം ഇല്ല,
നമുക്ക് ഈ പണി ചെയ്ത് തീർത്തിട്ടേ പറ്റുള്ളൂ എന്നുള്ള ചിലപ്പോ സാധ്യതയുണ്ട്. ആ ഒരു ഡയലോഗ്. ഈ ഒരു സീനിലാണെങ്കിലും ആ ആളില്ലേ കണ്ടെത്തിയ ആള്, അയാളെ രേഖാചിത്രമൊക്കെ അങ്ങനെ എന്തോ ഒരു സംഭവത്തിന് പോണ കബഡി സംഭവം എന്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അറിയില്ല ആ നിക്കുന്ന വീട്ടില് കാർത്തിയുടെ വൈഫ് ഉണ്ടോന്ന്, മറ്റേ പോലീസുകാരന്റെ വീട്ടില് കാർത്തിയുടെ വൈഫ് പോയി നിക്കുന്നുണ്ടോന്ന് നമുക്ക് അറിയില്ലല്ലോ. അത് നമുക്ക് നോക്കണം. പിന്നെ മെയിനായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇവര് സ്കെച്ചാട്ടാ, ഫുള്ള് സ്കെച്ച് സംഭവം കാണിച്ചിരിക്കുന്നത്. നല്ല ശരിക്കും നമ്മളെ പണ്ടത്തെ കാലത്ത് അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അതായത് ഈ ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മള് കുറച്ച് സൂക്ഷിക്കണം എന്നൊക്കെ പറയും. കാരണം മാത്രല്ല അവര് മറ്റേ സംഭവം എന്താ പറയാ, വീടിന്റെ ഉള്ളിലോട്ട് മതിലിന്റെ പുറത്ത് സംഭവങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെ രാത്രി വരും, അങ്ങനെ സംഭവങ്ങൾ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഏകദേശം ഇവര്, കാരണം ഇവരെ കാണുന്ന സമയത്ത് ഒരു പാവങ്ങളെ പോലെയല്ലേ തോന്നുക, നാടോടികൾ അങ്ങനെ വന്നു എന്നുള്ള രീതിയിലുണ്ടാവും. പക്ഷെ ഇവര് ഫുള്ള് സ്കെച്ച് ചെയ്ത് വെക്കാണ് സ്ഥലങ്ങളൊക്കെ. ഇവരായിരിക്കില്ല വരുന്നത്, അത്യാവശ്യം വരുന്ന ഇവരായിരിക്കില്ല. ഇവര് ജസ്റ്റ് ഒരു നമ്മൾ ഈ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വിടുന്ന ആൾക്കാരെ പോലെയാണ്. ഇവർക്ക് നല്ലൊരു അടുത്തൊന്നും വീടുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് അവർ മെയിൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ പോലീസുകാരന്റെ വീടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരു MLA-യുടെ വീടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. MLA-യുടെ വീടായിരുന്നു അല്ലെങ്കിൽ ആ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര വിജന സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ വീടുകളാണ് ഇവര് മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇനി എന്തും സംഭവിക്കാം, എന്ത് കാര്യങ്ങളും സംഭവിക്കാം, എന്താണെന്നറിയില്ല. എടുത്തു പറയേണ്ടത് എന്താ പറയാ, വിഷ്വൽസ് ആട്ടോ, ആ വണ്ടി പോയത് കാണിച്ചതും ഫിംഗർ പ്രിന്റ് സംഭവങ്ങളൊക്കെ വേറെ ലെവൽസ് ആയിരുന്നു. ഭയങ്കര സംഭവം. അതായത് നമ്മൾ അറിയില്ലേ, കമ്പാരിറ്റീവ്ലി നമ്മൾ പറയാം, നമ്മളിപ്പോ റിയാക്ഷൻ ചെയ്യുന്ന മൂവീസില് കമ്പാരിറ്റീവ്ലി എന്താ പറയുക റെസ്പോൺസ്, അതായത് എൻഗേജ്മെന്റ് ഉണ്ട് പക്ഷെ റെസ്പോൺസ് കുറവുള്ളതും തീരാൻ അധികാരം മൂവിക്കാനെയാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, അതെനിക്ക് തോന്നുന്നത് കുറച്ച് ത്രില്ലർ ഈ മോഡ് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇമാതിരി ഒരു ത്രില്ലർ സംഭവം ചെയ്യുന്നത് ആഫ്റ്റർ കണ്ണൂർ സ്ക്വാഡ്. അപ്പൊ എന്തായാലും നമുക്കും ആ ഒരു എന്താ പറയാ മൂവിയിലാത്തൊരു ഇൻട്രസ്റ്റ് ഉള്ളു. എനിക്ക് ശരിക്കും ത്രില്ലറൊക്കെ കാണാൻ തന്നെയാണ് കാണാനായിട്ടും എന്താ പറയാ ആ ഒരു മുറിഞ്ഞിരിക്കുന്ന ഒരു സംഭവത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ എന്നാലും ആ ഒരു മൂവിയുടെ ബ്യൂട്ടി ചില സമയത്ത് തോന്നും അയ്യോ ഭയങ്കര ത്രില്ലർ ആണല്ലോ. പക്ഷെ ചില സീരിയലൊക്കെ കാണാൻ അതിന്റെ ബ്യൂട്ടി കാണുന്ന സമയത്ത് അതൊന്ന് ഫുള്ള് കാണാനായിട്ടൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വരും. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സീനിൽ കാണാൻ എന്താ വരാൻ പോകുന്നത് എന്നുള്ളത്. ബൈ ബൈ.